എങ്ങനെയാണ് ഫീഡിംഗ് ബോട്ടിൽസ് ക്ലീൻ ചെയ്യുക, സ്റ്റെറിലൈസ് ചെയ്യുക? അതുപോലെ തന്നെ ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ പമ്പിന്റെ പാർട്സ് എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും? ഓരോ തവണ യൂസ് ചെയ്ത് കഴിഞ്ഞും ക്ലീൻ ചെയ്യണോ? അതെങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും? എത്ര തവണ സ്റ്റെറിലൈസ് ചെയ്യണം? അങ്ങനെയുള്ള ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. സോ ഞാൻ നിങ്ങളെ ലൈവായിട്ട് ജസ്റ്റ് ഞാൻ വാഷ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ ഇപ്പം ജസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പമ്പാണ്. അതിൽ മോട്ടർ മാത്രം ഞാൻ റിമൂവ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ബാക്കി ഭാഗങ്ങളാണിത്. സോ ഇത് ഞാൻ എങ്ങനെയാണ് വാഷ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതുപോലെ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സ്റ്റെറിലൈസർ. ഈ സ്റ്റെറിലൈസർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ബോട്ടിൽസ് ആണെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. സോ നമ്മുടെ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള മെത്തേഡ് എങ്ങനെയാണ് ബോട്ടിൽസ് ആണെങ്കിലും ബ്രസ്റ്റ് പമ്പ് ആണെങ്കിലും എങ്ങനെ നമുക്ക് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള മെത്തേഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. യൂഷ്വലി ഞാൻ സ്റ്റെറിലൈസർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇതാണെങ്കിലും സ്റ്റെറിലൈസ് ചെയ്യുന്നത്, അതുപോലെ ബോട്ടിലാണെങ്കിലും സ്റ്റെറിലൈസ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റെറിലൈസേഴ്സ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് എങ്ങനെ നമുക്കത് ചെയ്യാന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. സോ ഈ ഒരു ബോട്ടിലും ഇതുപോലെ ഇപ്പോൾ ബേബിക്ക് ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബോട്ടിലാണ്. ഇത് ഞാൻ വാഷ് ചെയ്തിട്ടില്ല, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാഷ് ചെയ്യാതെ വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ യൂസ് ചെയ്യുന്ന ലിക്വിഡ് ക്ലെൻസർ എന്ന് പറയുന്നത് ഈ PGൻ്റെ ലിക്വിഡ് ക്ലെൻസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കണ്ടില്ലേ, സേഫ് ആൻഡ് എഫക്റ്റീവ് വേ ഫോർ വാഷിംഗ് ബേബി ആക്സസറീസ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഇത് 99.9% ഫുഡ് ഗ്രേഡ് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൽ ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. സോ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്. ഇതൊരു പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളൂ. ഇതുപോലെ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ഓൺലൈനിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലത്തെ ഒരു ക്ലെൻസർ മേടിച്ചിട്ട് വാഷ് ചെയ്യുന്നത് നല്ലതാണ്. ആദ്യം നമ്മളിത് നോർമലായിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുക. ഈ ബോട്ടിലിൻ്റെ ഈ ഒരു ഭാഗം നമുക്കിങ്ങനെ പുറത്തോട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ നിപ്പിളിൻ്റെ ഈ സൈഡിലുള്ള ഇവിടെയൊക്കെ മിൽക്കിൻ്റെ ഓരോ പാർട്സൊക്കെ ഉണ്ടാവും, പാർട്ടിക്കിൾസൊക്കെ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം നമുക്ക്. സോ അതും നന്നായിട്ട് തന്നെ വാഷ് ചെയ്യുക. ഫസ്റ്റ് നോർമലി ഇത് വാഷ് ചെയ്യുക കേട്ടോ. നോർമലി നമ്മൾ ബോട്ടിൽ വാഷ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ബ്രസ്റ്റ് പമ്പിൻ്റെ മോട്ടർ മാറ്റിയിട്ടുള്ള ഈ ഒരു ഭാഗം നമ്മൾ ഓരോ ഭാഗങ്ങളും ഇതുപോലെ അടർത്തി മാറ്റുക. ഇത് M5 ആണ് ഞാൻ യൂസ് ചെയ്യുന്ന. M5 പമ്പിൻ്റെ ആണ് ഇത്. ഈ ഇങ്ങനെ 3 ഇതിൻ്റെ ഫ്ലാഞ്ചിൻ്റെ ഭാഗങ്ങൾ വരും. ഫ്ലാഞ്ച്, ഈ ഭാഗം, പിന്നെ ഈ ഒരു പോർഷൻ, പിന്നെ നമ്മുടെ ഈ ഒരു ചെറിയ ഒരു സംഭവമുണ്ട് ഇത്. ഇത്രയും പാർട്സാണ് വരുന്നത്. ഇത് നന്നായിട്ട് ആദ്യം ഒന്ന് വാഷ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇത് S9 Proയുടെ പമ്പാണ് കേട്ടോ. ഇതിൻ്റെയും പാർട്സ് ഈ ഒരു ഇങ്ങനെ എടുക്കുക. ഇവിടെ നമ്മുടെ ഫ്ലാഞ്ച് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ അടർത്തി എടുക്കാം. ഈ ഒരു സംഭവം സെക്ഷൻ്റെ സംഭവം വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു പാർട്സ് ഉണ്ട്. സോ ഇത്രയും പാർട്സാണ് വരുന്നത് കേട്ടോ. ഓക്കെ, സോ ഇതൊന്ന് വാഷ് ചെയ്യുക. സോ ഞാൻ യൂസ് ചെയ്യുന്നത് S9 Pro എന്ന് പറയുന്ന ബ്രസ്റ്റ് പമ്പ്, മോംകോസിയുടെ. അതുപോലെ തന്നെ M5 എന്ന് പറഞ്ഞ പമ്പാണ്. ഞാൻ യൂസ് ചെയ്യുന്ന പമ്പിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ബ്രസ്റ്റ് പമ്പിങ്ങിൻ്റെ സ്കെഡ്യൂളിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണുക. അപ്പോൾ ഇത് ജസ്റ്റ് നോർമലി ഇതുപോലെ ഒന്ന് വാഷ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ PGൻ്റെ ഈ ഒരു ക്ലെൻസർ യൂസ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഈ ക്ലെൻസർ ഒന്ന് 2 ഡ്രോപ്സ് ഇട്ട് കുറച്ച് വാട്ടർ നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മളിതൊന്ന് അടച്ച് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വാഷ് ചെയ്തെടുക്കുക. അപ്പം ഈ ഒരു ഭാഗത്തൊക്കെ ആയിരിക്കും എണ്ണമയമൊക്കെ കൂടുതലുണ്ടാവുക. അപ്പോൾ ആ ഭാഗത്തൊക്കെ നന്നായിട്ട് ഇതുപോലെ വാഷ് ചെയ്യുക. പിന്നെ ബോട്ടിൽസൊക്കെ വാഷ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു കുറച്ച് ബ്രഷിൻ്റെ സെറ്റ്സ് നമുക്ക് കിട്ടും കേട്ടോ. ഇങ്ങനെ പല ടൈപ്പ്. നമുക്കിത് മറ്റേ ആ നിപ്പിളിൻ്റെ ഭാഗങ്ങൾ ക്ലീൻ ചെയ്യാനും ഇത് വലിയ ബോട്ടിൽസ് ക്ലീൻ ചെയ്യാൻ ഇതും ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനാണ്. നമുക്ക് ഓരോ ബോട്ടിൽ സൈസിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും കേട്ടോ. ഈവൻ പമ്പിൻ്റെ പാർട്സിലാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇത് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. ഇത് എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി കേട്ടോ. നന്നായിട്ട് ഇതുപോലെ നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യുക. ബ്രസ്റ്റ് പമ്പ് ആണെങ്കിലും നമ്മൾ ഇതുപോലെ തന്നെ ബോട്ടിൽ യൂസ് ചെയ്തിട്ട് ഒരു നന്നായിട്ട് ഡീപ്പായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യുക. നമ്മൾ ഈ ഒരു ക്ലെൻസർ യൂസ് ചെയ്തിട്ട് ഒരു ബൗളിനകത്ത് ഇതിങ്ങനെ വെച്ചിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. ബ്രസ്റ്റ് പമ്പിൻ്റെ ഓരോ പാർട്സ് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യുക. ഈ ഓരോ ഭാഗങ്ങൾ
ദെൻ അഗെയിൻ നന്നായിട്ട് വാഷ് ചെയ്യുക. സോ ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഇപ്പോൾ ക്ലെൻസർ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് ഇനി നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യുന്നത് നോക്കാം. സോ ഞാൻ ഇതുപോലെ ഒരു ചരുവത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കുവാണ് കേട്ടോ. നോർമലി വെള്ളം തിളപ്പിക്കുവാണ്. അപ്പം വെള്ളം തിളച്ച് കഴിയുമ്പോൾ തീ ഇച്ചിരി കുറച്ച് വെക്കുക. എന്നിട്ട് ഇതുപോലെ പാർട്സ് നമ്മൾക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ബോട്ടിൽസിന്റെ ആണെങ്കിലും ഇതുപോലെ പാർട്സ് ഇട്ട് കൊടുക്കുക. ഇത് കടർത്തി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒരു 5 മിനിറ്റ്സ് ഇത് ഇവിടെ കിടന്ന് ഇങ്ങനെ തിളയ്ക്കാൻ അനുവദിക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ്സ്. സോ ഇതാണ് മോസ്റ്റ് കോമൺലി ആളുകൾ യൂസ് ചെയ്യുന്ന സ്റ്റെറിലൈസിങ് മെത്തേഡ്. ബോട്ടിൽസ് ആണെങ്കിലും അതുപോലെ പമ്പിന്റെ പാർട്സ് ആണെങ്കിലും അതുപോലെ പാസിഫയർ ആണെങ്കിലും ഒക്കെ നമുക്ക് ഇതുപോലെ സ്റ്റെറിലൈസ് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റ് ബോയിൽ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റവ് ഒക്കെ ഓഫ് ആക്കിയിട്ട് ഓരോ ഭാഗങ്ങൾ ഇതുപോലെ എടുത്ത് മാറ്റുക. എന്നിട്ട് ഇതുപോലെ ഒരു ടിഷ്യൂവിൻ്റെ പുറത്ത് ഇതെല്ലാം നിരത്തി വെച്ചിട്ട് നന്നായിട്ട് എയർ ഡ്രൈ ചെയ്യുക. അപ്പം നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് യൂസ് ചെയ്യാം. സോ ഞാൻ യൂസ് ചെയ്യുന്ന സ്റ്റെറിലൈസറും കൂടെ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മാർക്കറ്റിൽ ഒത്തിരി സ്റ്റെറിലൈസേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടും ഏറ്റവും നല്ല റേറ്റിംഗ് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ള സ്റ്റെറിലൈസേഴ്സ് വാങ്ങിക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. എപ്പോഴും ഇതുപോലെ ബോയിൽ ചെയ്ത് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് മെനക്കെട്ട പരിപാടി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ ഞാൻ യൂസ് ചെയ്യുന്ന സ്റ്റെറിലൈസർ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നതെന്നുള്ളത്. സോ ഇപ്പം ഞാൻ ബേബീനെ ഫീഡ് ചെയ്തിട്ട് ക്ലെൻസർ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കൊണ്ടുവന്ന ബോട്ടിലാണ് കേട്ടോ ഇത്. സോ ഇതെങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സ്റ്റെറിലൈസർ. സോ ഈ ഒരു ഭാഗം ഇങ്ങനെ നമ്മൾ മാറ്റണം. മാറ്റി കഴിയുമ്പോഴേക്കും ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗം ഇരിക്കുന്നത്. ഈ ഒരു പോർഷൻ ഇവിടെ ബോട്ടിൽ ഇങ്ങനെ വെക്കാനായിട്ട് പറ്റും. ഇതിങ്ങനെ തിരിച്ചു വെക്കുവാണെങ്കിൽ നമുക്കിതൊരു വാമറായിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. സോ ഇത് സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് ഇത് ബെസ്റ്റ് ആണ് കേട്ടോ. അപ്പം ഇത് ചെറിയ ഒരു സ്പേസ് ആണ് ഇതിലുള്ളത്. ആ സമയം ഒത്തിരി ബോട്ടിൽസ് വെച്ചിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുന്ന സ്റ്റെറിലൈസേഴ്സും ഉണ്ട് കേട്ടോ. സോ ഇതിൽ ഞാൻ അറ്റ് എ ടൈം ഒരു ബോട്ടിലാണ് ഞാൻ വയ്ക്കാറ്. വാഷ് ചെയ്ത് കൊണ്ടുവന്ന ബോട്ടിൽ ഞാൻ ഇതിൽ വയ്ക്കാം. സോ അത് ബോട്ടിൽ വയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതിൽ വാട്ടർ ഇവിടം വരെ ഫില്ല് ചെയ്യണം. അതായത് ഇതിൻ്റെ മേളിലോട്ട് വെള്ളം വരരുത്, ഇതിൻ്റെ താഴെ നിൽക്കണം വാട്ടർ ലെവൽ. സോ ആ രീതിയിൽ നമ്മൾ വാട്ടർ ഫില്ല് ചെയ്യണം. നമുക്ക് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെള്ളം കുറയുന്നതനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം. സോ ഇപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ മേളിലോട്ട് വെള്ളം വന്നിട്ടില്ല, ഇതിൻ്റെ താഴെയായിട്ടാണ് വെള്ളം നിൽക്കുന്നത്. സോ അങ്ങനെ നിർത്തുക. എന്നിട്ട് നമ്മൾ ബോട്ടിൽ വയ്ക്കുക. സോ മൾട്ടിപ്പിൾ ബോട്ടിൽസ് വെക്കാൻ പറ്റുന്ന ടൈപ്പ് സ്റ്റെറിലൈസേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ അത് നോക്കിയിട്ട് ചെയ്യുക. എന്നിട്ട് ഇത് വെച്ചിട്ട് ഇതുപോലെ മൂടുക. എന്നിട്ട് ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഓൺ ആൻഡ് ഓഫ് ആണ്. ഇത് പ്രീസെറ്റ്സ് ഉണ്ട്. ഇവിടെ ഫങ്ഷൻ ഉണ്ട്. ഇവിടെ ഇത് നൈറ്റ് ലൈറ്റ്, മെറ്റീരിയൽ, ടെമ്പറേച്ചർ, കപ്പാസിറ്റി, അങ്ങനെ ഒത്തിരി ഉണ്ട്. നമുക്ക് കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഓൺ, ഇതിപ്പോൾ ഓൺ ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. ഇപ്പോൾ വാം മിൽക്കിലാണ് നിൽക്കുന്നത്. ഡീഫ്രോസ്റ്റ് ഉണ്ട്, സ്റ്റെറിലൈസ് ഉണ്ട്. നമുക്ക് ഈ ഫങ്ഷൻസിൽ മൂന്നാമത്തേലോട്ട് പോവുക. അപ്പോൾ സ്റ്റെറിലൈസ്ഡ് ആവും. ഈ ഒരു ഇങ്ങനെ മിന്നി നിൽക്കുന്നത് സ്റ്റേബിൾ ആകും. കണ്ടപ്പോൾ സ്റ്റേബിളായി. സോ ഇത് പ്രോപ്പറായിട്ട് സ്റ്റെറിലൈസ് ആയി കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും കേട്ടോ. ഓഫായി കഴിഞ്ഞിട്ട് ചൂട് മാറിയതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് ബോട്ടിൽ എയർ ഡ്രൈ ചെയ്യാനായിട്ട് പറ്റും. സോ ഇങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സാണ് കംപ്ലീറ്റ്ലി സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റെറിലൈസർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ബോട്ടിലാണ് അറ്റ് എ ടൈം സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ പാസിഫയർ ഒക്കെ ഉണ്ടെങ്കിൽ അതും വെക്കാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനെ ഈ ഒരു ഭാഗത്തിൻ്റെ അകത്ത് കൊള്ളുന്ന എല്ലാം നമുക്ക് വെക്കാൻ പറ്റും. ആ സമയം പമ്പിൻ്റെ പാർട്സ് ആണെങ്കിലും പമ്പിൻ്റെ പാർട്സ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇതിനകത്ത് വെച്ച് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. വലിയ സ്റ്റെറിലൈസേഴ്സ് നമുക്ക് കിട്ടും കേട്ടോ. അതിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ബോട്ടിൽസ് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ അത് ഡ്രൈ ചെയ്യാനും പറ്റും. അങ്ങനത്തെ മെഷീൻസും അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതനുസരിച്ചിട്ടുള്ളത് വാങ്ങിക്കുക കേട്ടോ. സോ എനിക്കിത് മതി, ഇതിൻ്റെ ആവശ്യം ഇതുവരെ വന്നിട്ടുള്ളൂ. സോ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ബോട്ടിൽസും അതുപോലെ തന്നെ ബ്രസ്റ്റ് പമ്പ് ആണെങ്കിലും ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്നത് കേട്ടോ. കോമൺ ആയിട്ട് ഞാൻ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. മറ്റേ ബോയിലിംഗ് വാട്ടറിൻ്റെ മെത്തേഡ് നമ്മൾ ഇനീഷ്യലി ഇത് മേടിക്കുന്നതിന് മുന്നേ യൂസ് ചെയ്തിരുന്ന ഒരു മെത്തേഡാണ്. ഇപ്പം അത് ചെയ്യാറില്ല കേട്ടോ. അതുപോലെ തന്നെ ഈ സ്റ്റെറിലൈസേഴ്സ് നമ്മൾ 1 or 2 in a month നമ്മളൊന്ന് ക്ലീൻ ചെയ്യുകയും നന്നായിട്ട് അതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ അകംഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യുകയും ചെയ്യണം കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെറിലൈസറും വൃത്തിക്ക് വെക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അതും മന്ത്ലി ഒരു 2 എങ്കിലും നമ്മൾ സ്റ്റെറിലൈസേഴ്സും ഒന്ന് ക്ലീൻ ചെയ്യുക കേട്ടോ. അല്ലേടാ, എല്ലാം ക്ലീൻ ചെയ്യണം അല്ലേ? ബോട്ടിൽസ് എല്ലാ യൂസിന് ശേഷവും നന്നായിട്ട് വാഷ് ചെയ്യുക.
അത് കഴിഞ്ഞിട്ട് അത് സ്റ്റെറിലൈസ് ചെയ്യുക. പമ്പാണെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ യൂസിന് ശേഷവും ഇതുപോലെ തന്നെ ക്ലെൻസേഴ്സ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്ത് അതിന്റെ എണ്ണമയമൊക്കെ കഴിഞ്ഞിട്ട് ഡ്രൈ ആക്കുക. എവറി യൂസിന് ശേഷം ബ്രസ്റ്റ് പമ്പിന്റെ പാർട്സ് വാഷ് ചെയ്താൽ മതി, പക്ഷെ സ്റ്റെറിലൈസ് ചെയ്യണ്ട. ദിവസത്തിൽ ഒരു തവണ സ്റ്റെറിലൈസ് ചെയ്താൽ മതി. അത് നമ്മുടെ ഈ ബ്രസ്റ്റ് പമ്പിന്റെ ആ ഒരു പാക്കേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, സ്റ്റെറിലൈസ് വൺസ് ഇൻ എ ഡേ എന്ന് പറഞ്ഞിട്ട്. ഒന്നെങ്കിൽ നമ്മൾ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ സ്റ്റെറിലൈസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഡേ എൻഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റെറിലൈസ് ചെയ്യുക. അങ്ങനെ ഒരു തവണ ദിവസവും ഒരു തവണയെങ്കിലും ബ്രസ്റ്റ് പമ്പിന്റെ പാർട്സ് സ്റ്റെറിലൈസ് ചെയ്യണം. മോട്ടർ ഒരിക്കലും വാഷ് ചെയ്യരുത് കേട്ടോ. ബാക്കിയുള്ള പാർട്സ് സ്റ്റെറിലൈസ് ചെയ്യുക. ബോട്ടിൽസ് ആണെങ്കിൽ ആഫ്റ്റർ എവറി യൂസ് സ്റ്റെറിലൈസ് ചെയ്യുന്നതാണ് ബെറ്റർ. കാര്യം കുഞ്ഞ് നിപ്പിളിൽ സക്ക് ചെയ്യുന്നതുകൊണ്ട് നിപ്പിൾസിൽ പെട്ടെന്ന് തന്നെ ജേംസ് വന്നുകൂടാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ എല്ലാ യൂസിന് ശേഷവും നന്നായിട്ട് പ്രോപ്പറായിട്ട് വാഷ് ചെയ്യുകയും വേണം, അതുപോലെ തന്നെ സ്റ്റെറിലൈസ് ചെയ്യുകയും വേണം. അപ്പോൾ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് നമ്മൾ എങ്ങനെയാണ് വാഷ് ചെയ്യുന്നത്, എങ്ങനെയാണ് സ്റ്റെറിലൈസ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ഇത്. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രസ്റ്റ് പമ്പിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, എങ്ങനെ നമുക്ക് മിൽക്ക് സപ്ലൈ കൂട്ടാന്നുള്ള ഡീറ്റെയിൽസ്, ഇങ്ങനെ എല്ലാം അടങ്ങിയിട്ടുള്ള ഓരോരോ വീഡിയോസ് എൻ്റെ ലോങ് വീഡിയോ സെഷനിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണുക. അതുപോലെ തന്നെ മോസ്റ്റ്ലി അമ്മമാർ ചോദിക്കുന്ന ബ്രസ്റ്റ് പമ്പിങ്ങിൻ്റെ സ്കെഡ്യൂള്, അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇട്ടിട്ടുണ്ടായിരുന്നു. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് പോയി കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാവും കേട്ടോ. ഇനിയും നിങ്ങൾക്ക് ഞാൻ വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ടോപ്പിക്സ് നിങ്ങൾ കമന്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും അതനുസരിച്ചിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും കൂടെ തന്നെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.